ഓക്കെ, സോ ഇതാണ് OnePlus നമുക്ക് അയച്ചു തന്ന ഒരു യമണ്ടൻ ചുമന്ന പെട്ടി. ഈ പെട്ടിക്കുള്ളിലാണ് ലോകത്തിലെ ഫസ്റ്റ് OnePlus ടാബ്. അതായത് OnePlus എന്ന ബ്രാൻഡിന്റെ ഫസ്റ്റ് ടാബ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഈ വലിയ പെട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ OnePlus പാഡിന്റെ ബോക്സ് ആണ്. സെക്കൻഡ് ആണ് OnePlusന്റെ മാഗ്നറ്റിക് കീബോർഡ്. തേർഡ് ആണ് OnePlusന്റെ സ്റ്റൈലസ്, OnePlus സ്റ്റൈലോ. ഫസ്റ്റ് നമുക്ക് ഈ OnePlus ടാബിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സിൽ സ്വാഭാവികമായിട്ടും ടാബ്ലറ്റ് വരുന്നുണ്ട്, ചില പുസ്തകങ്ങൾ, 100 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജർ ആൻഡ് ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ. സോ ഇതാണ് നമ്മുടെ OnePlusന്റെ ഫസ്റ്റ് ടാബ് എവർ എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ഒരു ടാബ് സിംഗിൾ കളർ വേരിയന്റിലാണ് വരുന്നത്. അതായത് ഈ ഒരു ഗ്രീൻ കളർ, ഹാലോ ഗ്രീൻ എന്നാണ് OnePlus വിളിക്കുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉള്ള ടാബ്ലറ്റ് ആണ്, കാരണം ഒരു യമണ്ടൻ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. നമ്മുടെ സാംസങ് S7 FE എന്ന ടാബ്ലറ്റ് ഉണ്ടല്ലോ, ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന ടാബ്ലറ്റ് ആണ്. അതിന്റെ വെയിറ്റ് 610 ഗ്രാം ആണ്. ആപ്പിളിന്റെ iPad 10 ജനറേഷൻ ഉണ്ടല്ലോ, അതിന്റെ വെയിറ്റ് 500ന്റെ താഴെയാണ്. സോ ഈ രണ്ടിന്റെ നടുക്കാണ് നമ്മുടെ OnePlusന്റെ പാഡ് വരുന്നത്. സോ വെയിറ്റ് ഓക്കെ ആണ്, നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മളത് ഇങ്ങനെ സ്റ്റൈലിൽ, അതായത് ഒരു കാലിന്റെ മേളിൽ മറ്റേ കാലം ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കുമല്ലോ ടാബ്ലറ്റ്. ഒരുപാട് നേരം അങ്ങനെ ഉപയോഗിക്കാൻ നോക്കിയാൽ നമ്മുടെ കയ്യിൽ ആ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ആവും. ഓക്കെ, കാരണം 1 കിലോ ഉണ്ടല്ലോ വെയിറ്റ്, സോ അത് ഫീൽ ആവും എന്തായാലും. സോ എൻ്റെ സജഷൻ ആയിരിക്കും, നിങ്ങളിത് ലോങ് ഡ്യൂറേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് കുറേ നേരത്തേക്ക് അടുപ്പിച്ച് ഉപയോഗിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ടേബിളിൽ വെച്ച് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ കിട്ടുമല്ലോ, അതിൽ പ്ലേസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ നോക്കുക. കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. നല്ല സ്ലിം ടാബ്ലറ്റ് ആണ്. ഓക്കെ, 6.5 mm ആണ് തിക്നെസ്. പിന്നെ ഈ ടാബ്ലറ്റിന്റെ 3 സൈഡിലുള്ള ഫ്രെയിം ഉണ്ടല്ലോ, അത് കർവ്ഡ് ആണ്. സോ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ഫീൽ ആണ് കിട്ടുന്നത്. ഇതിന്റെ ബാക്കിൽ കംപ്ലീറ്റ്ലി മെറ്റൽ ബിൽഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ക്യാമറ മോഡ്യൂൾ. സെൻട്രൽ OnePlusന്റെ ബ്രാൻഡിംഗ് ഉണ്ട്. പിന്നെ ഒരു യൂണി ബോഡി ഡിസൈനിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രെയിമും ബാക്കും സെപ്പറേറ്റ് അല്ല, ആ ഫ്രെയിമും ബാക്കും കംപ്ലീറ്റ്ലി ഒരൊറ്റ ഡിസൈൻ, അല്ലെങ്കിൽ ഒരു ഒറ്റ കോമ്പനന്റ് ആണ്. അതാണ് ബേസിക്കലി യൂണി ബോഡി ഡിസൈൻ. സോ കംപ്ലീറ്റ്ലി മെറ്റൽ ബിൽഡിലാണ് വരുന്നത്. സോ ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ബിൽഡ്, നല്ലൊരു ക്വാളിറ്റി ഉള്ള ടാബ്ലറ്റിന്റെ ഫീൽ ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിന്റെ ബാക്ക് ഉണ്ടല്ലോ, ഇത് ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിടിക്കുമല്ലോ ടാബ്ലറ്റ്, അതിനുശേഷം ഇവിടെ കംപ്ലീറ്റ്ലി ഇങ്ങനെ വൃത്തികെട്ട സ്മജ്ജസ് ഒക്കെ ആയിരിക്കും. സോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും. സോ ടോപ്പിൽ ലെഫ്റ്റിലായിട്ട് വോളിയം റോക്കർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ജസ്റ്റ് സൈഡിലാണ് മൈക്ക്. ഇവിടെ ഒരു മാഗ്നറ്റിക് ചാർജിങ് സ്ട്രിപ്പ് ഉണ്ട്. അതായത് നമ്മുടെ ആ ഒരു OnePlus സ്റ്റൈലോ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ കാണിച്ചു തരാം, പേടിക്കണ്ട. സോ ആ ഒരു സ്റ്റൈലോ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റിൽ പവർ ബട്ടൺ ഉണ്ട്, പിന്നെ 2 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോൾബി വിഷൻ ആറ്റ്മോസ് എന്ന് എഴുതിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലും 2 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സോ ടോട്ടൽ 4 സ്പീക്കേഴ്സ് ഉണ്ട്. ക്വാഡ് സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത്. പിന്നെ ഇവിടെയും ഒരു മൈക്ക് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു USB ടൈപ്പ് സി ചാർജിങ് പോർട്ട്. താഴെ നമ്മുടെ ആ ഒരു മാഗ്നറ്റിക് കീബോർഡ് ഉണ്ടല്ലോ, അവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള പിൻസ് ഇവിടെ വരുന്നുണ്ട്. ഈ ടാബിൽ 11.61 ഇഞ്ചുള്ള IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. 2800x2000 പിക്സൽ, അതായത് 2K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 144 ഹെർട്സിൻ്റെതാണ് മാക്സിമം റിഫ്രഷ് റേറ്റ്, 500 നിറ്റ്സിൻ്റെതാണ് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്. ഓക്കെ, സോ ചിലർക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും, ഇത്രയും പൈസ കൊടുത്തിട്ട് IPS LCD പാനലോ? ടാബ്ലറ്റിൽ IPS LCD പാനലാണ് വരുന്നത്. അത് OnePlus ആണെങ്കിലും ഷവോമി ആണെങ്കിലും സാംസങ് ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും എല്ലാത്തിലും IPS LCD പാനലാണ് വരുന്നത്. പിന്നെ സാംസങ്ങിന്റെ S8 അൾട്ര ഉണ്ട്, അത് 1 ലക്ഷത്തിന്റെ മേളിലാണ്. അതിലൊക്കെ ആംബുലർ ഡിസ്പ്ലേ വരുന്നുണ്ട്. സോ ഒരു IPS LCD പാനലിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ല ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നല്ല ഷാർപ്പ് ക്രിസ്പ് ഡിസ്പ്ലേ ആണ്. കളേഴ്സ് ഒക്കെ നല്ലോണം അവർ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു ഫീൽ ആണ് കിട്ടുന്നത്, നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ ആണ്. എന്ന് വെച്ചാൽ 1 ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. OnePlus പറയുന്നതനുസരിച്ച് ഇതിൽ ഡോൾബി വിഷന്റെ സപ്പോർട്ട് ഉണ്ട് എന്നാണ്. പക്ഷേ ഞാൻ നെറ്റ്ഫ്ലിക്സ് എടുത്ത് നോക്കിയപ്പോൾ അവിടെ ഡോൾബി വിഷൻ ഒന്നും കാണിക്കുന്നില്ല. അതിനി ഭാവിയിൽ വരുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റൂല. നമ്മുടെ ആ ഒരു സിനിമയിലെ രോമാഞ്ചം, അതൊന്നോടെ ഇതിലെടുത്ത് കണ്ടിരുന്നു. അതിനോടൊപ്പം തന്നെ ദ മെന്യു എന്ന പേരിലുള്ള ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്, പുതിയ സിനിമയാണ്, കണ്ടു നോക്കുക. ഓക്കെ, അതും അടിപൊളി സിനിമയാണ്, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പിന്നെ IPLും ഞാൻ നമ്മുടെ ഈ ഒരു ടാബിൽ എൻജോയ് ചെയ്തിരുന്നു. സോ ഓവറോൾ നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ് തരുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യണം, OnePlus പറയുന്നതനുസരിച്ച് ഇതിന്റെ റിഫ്രഷ് റേറ്റ് 144 ഹെർട്സ് ആണ് എന്നാണ്. പക്ഷേ ആ 144 ഹെർട്സ് അവർ പറയുന്നതനുസരിച്ച് അവർ വൈറ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ചില ആപ്ലിക്കേഷൻസിൽ മാത്രമേ 144 ഹെർട്സ് വർക്ക് ആവുള്ളൂ. എല്ലായിടത്തും 120 ഹെർട്സ് ആണ് കാണിക്കുന്നത്. സോ UIയിൽ എന്തായാലും, അതായത് സെറ്റിംഗ്സ് ആണെങ്കിലും ഗാലറി ആപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോഴൊക്കെ 120 ഹെർട്സിന്റെ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. ഈവൻ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, അവിടെ എല്ലാം 120 ഹെർട്സ് ആണ് കാണിക്കുന്നത്. പിന്നെ യൂട്യൂബിൽ 60 ഹെർട്സ് ആണ്. എന്താണെന്ന് അറിയില്ല, പല കമ്പനികളുടെ പല പ്രൊഡക്റ്റുകൾ അങ്ങനെയായിരിക്കും. ബാക്കി എല്ലായിടത്തും 120 ഹെർട്സ്, യൂട്യൂബിൽ മാത്രം 60 ഹെർട്സ്. സോ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഈ 120 ഹെർട്സ്, സൂപ്പർ സ്മൂത്ത് 120 ഹെർട്സ് ഉപയോഗിച്ചതിന് ശേഷം പെട്ടെന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു ചെറിയ സ്ലോ ഫീലിംഗ് കിട്ടും, കാരണം 60 ഹെർട്സ് ആയതുകൊണ്ട്. സോ ടെക്നിക്കലി 144 ഹെർട്സ് ആണ്, എന്നാൽ പ്രാക്ടിക്കലി 120 ഹെർട്സ് ആണ്. മനസ്സിലായല്ലോ?
എനിവേ ബ്രൈറ്റ്നസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇൻഡോറിൽ, അതായത് വീട്ടിനുള്ളിലൊക്കെ ആണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, ബ്രൈറ്റ്നസ് ഒക്കെ പക്കയാണ്, നല്ലോണം എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഈവൻ ഔട്ട്ഡോർ ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ ബാൽക്കണി അല്ലെങ്കിൽ ഷെയ്ഡിലൊക്കെ ആണെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, അടിപൊളി സ്പീക്കർ പെർഫോമൻസ് ആണ്. ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടിരുന്നു, അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഞാൻ എടുത്ത് കണ്ടിരുന്നു. വോക്കൽസ് ആണെങ്കിലും, അതായത് നമ്മൾ സംസാരിക്കുന്ന പോർഷൻ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാം നല്ല ക്ലിയർ ആണ്. നമ്മൾ ഈ ആമസോൺ പ്രൈം ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും അതിൽ കാണുന്ന കോണ്ടന്റ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഓഡിയോ ഒക്കെ നല്ല ക്ലിയർ ആണ്. സോ നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷേ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ഓക്കെ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പം ആരും ഹെഡ്ഫോൺ ജാക്ക് തരുന്നില്ല. മീഡിയ ടെക്കിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റായ മീഡിയ ടെക് ഡയമൻസിറ്റി 9000 ചിപ്സെറ്റ് ആണ് ഇതിലുള്ള ചിപ്സെറ്റ്. ഓക്കെ, നമ്മുടെ ആൻഡ്രോയിഡ് ടാബ്ലറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ കിട്ടുന്ന ഏറ്റവും പവർഫുൾ ആൻഡ്രോയിഡ് ടാബ്ലറ്റ് എന്ന് വിളിക്കാൻ പറ്റും തീർച്ചയായിട്ടും. 8GB 128GB 12GB 256GB ആണ് 2 റാം സ്റ്റോറേജ് വേരിയൻസ്. LPDDR5 ആൻഡ് UFS 3.1 ആണ് റാം ആൻഡ് സ്റ്റോറേജ് ടൈപ്പ്. പിന്നെ എക്സ്റ്റൻഡഡ് റാമിൻ്റെ ഫീച്ചറും ഇവിടെ വരുന്നുണ്ട്. ഏകദേശം 9 lakhിൻ്റെ സ്കോർ കിട്ടുന്നുണ്ട്. സോ നല്ലൊരു ചിപ്സെറ്റ് ആണ്. ഞാൻ ഗെയിമിംഗ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, COD ആണെങ്കിലും BGMI ആണെങ്കിലും PUBG ന്യൂ സ്റ്റേറ്റ് ആണെങ്കിലും നല്ല സെറ്റിംഗ്സിൽ കളിക്കാൻ പറ്റുന്നുണ്ട്, നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. ഗെൻഷിൻ ഇമ്പാക്ട് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് അല്ല കിട്ടിയത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഒരു ഗ്രാഫിക്സ് ഉണ്ടല്ലോ, അതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ടാബ്ലറ്റിൽ വരുമ്പോഴേക്കും കാണാൻ അത്രയും ഭംഗിയില്ല. അതുമാത്രമല്ല FPS അവിടെ ഇവിടെ ഡ്രോപ്പ് ആവുന്നുണ്ട്. സോ ഗെൻഷിൻ ഇമ്പാക്ട് പോലുള്ള സൂപ്പർ ഹെവി ഗെയിമിന് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. എന്നാൽ അതിൻ്റെ താഴെ വരുന്ന ആസ്ഫാൾട്ട് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ COD, അതിനൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം നല്ലോണം വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയ ടാബ്ലറ്റിൽ എങ്ങനെ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യും അതെനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് ഈ പ്രോ PUBG പ്ലെയേഴ്സൊക്കെ യമണ്ടൻ ഐപാഡൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കളിക്കുമായിരുന്നു. അതും ഒരു കാലം. എനിവേ, സോ ഗെയിമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത് വിത്ത് ലേറ്റസ്റ്റ് ഓക്സിജൻ OS 13.1. 1-2 ബ്ലോട്ട്വെയർസ് ഉണ്ട്, അതായത് നെറ്റ്ഫ്ലിക്സ് പോലുള്ള ബ്ലോട്ട്വെയർസ് ഉണ്ട്. അത് മാറ്റി നിർത്തിയാൽ വേറെ ഒരു ബ്ലോട്ട്വെയർ ഒന്നുമില്ല. ഓക്കെ, സോ നല്ല ക്ലീൻ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ OnePlus പറയുന്നതനുസരിച്ച് OnePlus ഈ ഒരു ടാബ്ലറ്റിന് 3 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് തരുമെന്നാണ്. അതായത് ഇതിൽ 13 വരുന്നുണ്ട്. സോ 14, 15, 16 ഒരു കമ്പനി അവരുടെ ടാബ്ലറ്റിന് ഇത്രമാത്രം പ്രോമിസ് തരുന്നുണ്ടെങ്കിൽ, പ്രോമിസ് മാത്രമാണ് കേട്ടോ, ഭാവിയിൽ വരുമോ ഇല്ലെന്നൊക്കെ പറയാൻ പറ്റൂല, പക്ഷെ എന്തായാലും പ്രോമിസ് ചെയ്യുന്നുണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ OnePlus ഈ ഒരു ടാബ്ലറ്റിനെ നല്ല സീരിയസ്ലി എടുക്കുന്നുണ്ട്. ദാറ്റ്സ് റിയലി നൈസ്. ഈക്കോ സിസ്റ്റമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആപ്പിൾ ആണ് കിങ്. അതിനുശേഷം സാംസങ് ആണ്. സാംസങ്ങിൻ്റെ താഴെ അല്ലെങ്കിൽ ഈവൻ സാംസങ്ങിൻ്റെ റേഞ്ചിലുള്ള ഈക്കോ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബ്രാൻഡാണ് OnePlus തീർച്ചയായിട്ടും. കാരണം OnePlusൻ്റെ ഈക്കോ സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ OnePlusൻ്റെ OnePlus 11 ഉണ്ട്, OnePlusൻ്റെ Buds 2 Pro ഉണ്ട്, പിന്നെ OnePlusൻ്റെ ടാബ്, OnePlusൻ്റെ മാഗ്നറ്റിക് കീബോർഡ്, സ്റ്റൈലോ. സോ ഇതെല്ലാം നോക്കുകയാണെങ്കിൽ OnePlus അത് തന്നെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഈ ഒരു ടാബ്ലറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ചില ഈക്കോ സിസ്റ്റം ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ക്ലിപ്പ് ബോർഡ് ഷെയറിംഗ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ OnePlus 11 ഒരു സാധനം കോപ്പി ചെയ്തിട്ട് നേരെ നമുക്ക് ഈ ടാബിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ OnePlus ഫോൺ ഇങ്ങനെ ഈ ടാബ്ലറ്റിലേക്ക് മിറർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ ഈ UI കുറച്ചും കൂടി ടാബ്ലറ്റിന് വേണ്ടി OnePlus ഓപ്റ്റിമൈസ് ചെയ്യണം. ഇപ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് വെച്ചാൽ നമ്മുടെ ഫോണിലുള്ള UI ഉണ്ടല്ലോ, അതിനെങ്ങനെ വലിച്ച് വലുതാക്കിയിട്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. എല്ലാം സ്മൂത്താണ്, അങ്ങനെ വലിയ സ്റ്റട്ടേഴ്സ് ഒന്നുമില്ല. ഓക്കെ, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. എന്നാൽ കുറച്ചും കൂടി ആ ഒരു ടാബ്ലറ്റ് ഉപയോഗിക്കുകയാണെന്ന് തോന്നണം. മൾട്ടി ടാസ്കിംഗ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മേളിൽ നിന്ന് താഴേക്ക് 2 ഫിംഗർ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് വിൻഡോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ മേളിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള ഫ്ലോട്ടിംഗ് വിൻഡോയും പ്ലേസ് ചെയ്യാം. ഫുൾ സ്ക്രീനിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി 3 ഫിംഗർ സ്വൈപ്പ് ചെയ്യാം. പാർഷ്യൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി 3 ഫിംഗർ ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ സ്വൈപ്പ് ചെയ്താൽ മതി. സ്പ്ലിറ്റ് വിൻഡോയിൻ്റെ മോഡിൽ നമുക്ക് വേണമെങ്കിൽ ഓരോ വിൻഡോയിൻ്റെ പ്രത്യേകം സ്ക്രീൻഷോട്ട്സ് എടുക്കാം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സൈഡ് ടൂൾ ബാറും തുറന്നു വരുന്നുണ്ട്. ലൈം ലൈറ്റ് എന്നൊരു ഫീച്ചർ ഉണ്ട്, എന്ന് വെച്ചാൽ ഈ സെൻട്രൽ സ്റ്റേജ് ഉണ്ടല്ലോ ഐപാഡിൽ, അതുപോലത്തെ ഒരു ഫീച്ചറാണ്. നമുക്ക് ഫോക്കസ് കിട്ടും കൂടുതൽ. അതൊക്കെ നല്ല ഫീച്ചേഴ്സാണ്. സോ ചില നല്ല കൂൾ ഫീച്ചേഴ്സ് ഈ ടാബ്ലറ്റിൽ OnePlus കൊടുത്തിട്ടുണ്ട്. ഒരു ടാബ്ലറ്റ് റിവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അൺബോക്സ് ചെയ്യുമ്പോൾ ആസ് എ റിവ്യൂർ എനിക്ക് ഏറ്റവും ഈസിയായ കാര്യം എന്താണെന്ന് അറിയാം, ക്യാമറ റിവ്യൂ. കാരണം നമുക്ക് അതിൻ്റെ ഇൻഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നോർമൽ പെർഫോമൻസ് ആണ് കിട്ടുന്നത്, ഡീസൻറ്റ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. മോശം ഫോട്ടോസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ സ്മാർട്ട് ഫോൺ എടുത്താൽ കിഡിലൻ വീഡിയോ ആൻഡ് ഫോട്ടോ പെർഫോമൻസ് കിട്ടും. അതൊന്നും നിങ്ങളിവിടെ പ്രതീക്ഷിക്കരുത്. നമ്മുടെ സൂം കോൾ അല്ലെങ്കിൽ വാട്സാപ്പ് വീഡിയോ കോൾ അല്ലെങ്കിൽ നോർമൽ വീഡിയോ കോളൊക്കെ ആണെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടി പക്കയായിരിക്കും. ഈവൻ റിയർ ക്യാമറ വെച്ച് നമുക്ക് വേണമെങ്കിൽ 4K വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ റിയർ ക്യാമറ വെച്ച് നമ്മൾ നോർമലി ഈ ഡോക്യുമെൻറ്റിൻ്റെ ഫോട്ടോ ഒക്കെ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. അവിടെ നല്ല ഷാർപ്നെസ് കിട്ടുന്നുണ്ട്, യാതൊരു ഇഷ്യൂ ഇല്ല. 9510 mAh ഒരു വലിയ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 100 വാട്ടിന്റെ ചാർജറാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ടാബ്ലറ്റ് 67 വാട്ടിന്റെ ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബയോമെട്രിക് സെക്യൂരിറ്റി നോക്കുകയാണെങ്കിൽ ഫേസ് അൺലോക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ഫിംഗർ
പ്രിന്റ് കൊടുത്തിട്ടില്ല. ഈ പ്രൈസിൽ ഫിംഗർ പ്രിന്റ് കൊടുക്കേണ്ടതായിരുന്നു. ഈവൻ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൽ വരെ കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഫിംഗർ പ്രിന്റ്, അതായത് പവർ ബട്ടന് മേലുള്ള ഫിംഗർ പ്രിന്റ് സെൻസർ. ഇവിടെ വരുന്നില്ല, അതും കൂടെ കൊടുക്കേണ്ടതായിരുന്നു. കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ബാൻഡ് വൈഫൈക്കുള്ള സപ്പോർട്ട് ഉണ്ട്. വൈഫൈ 6 ആൻഡ് ബ്ലൂടൂത്ത് വെർഷൻ 5.3 വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു ടാബ്ലറ്റിൽ സിം ഇടാനുള്ള സ്ലോട്ട് ഇല്ല. അതായത് ഇത് വൈഫൈ ഓൺലി വേരിയന്റ് ആണ്, ബാക്കി ഈ 5G അല്ലെങ്കിൽ LTE വേരിയന്റ് ഒന്നും വരുന്നില്ല. അത് വളരെ വിയർഡായിട്ട് തോന്നി. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും OnePlus അത് കൊടുക്കേണ്ടതായിരുന്നു. ഇവിടെ അത് വന്നിട്ടില്ല. ഞാൻ പേഴ്സണലി ഈ ടാബ്ലറ്റിൽ സിം ഇട്ടുകൊണ്ട് ഉപയോഗിക്കാറില്ല, പക്ഷേ ഉപയോഗിക്കാറില്ലെങ്കിലും ഈ പ്രൈസ് റേഞ്ചിൽ ആ ഒരു ഫീച്ചർ കൊടുക്കണം. ഇനി നമുക്ക് ഈ OnePlus പാഡിന്റെ കൂടെ വന്നിരിക്കുന്ന ആ 2 ആക്സസറീസും കൂടെ കാണും. അതായത് OnePlusന്റെ സ്റ്റൈലസ് ആൻഡ് OnePlusന്റെ മാഗ്നറ്റിക് കീബോർഡ്. എനിക്കിതിന്റെ പേര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, OnePlus സ്റ്റൈലോ. കേൾക്കാൻ നല്ല രസമുണ്ട്. എഴുതാനും വരയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്കത് ഇങ്ങനെ സ്വൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യാം. സെറ്റിംഗ്സും മറ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നോട്ട്സ് ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഈ പെൻ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അതിൽ നമുക്കത് ഇങ്ങനെ എഴുതാനും വരയ്ക്കാനും പറ്റും. നിങ്ങൾ എടുത്തിരിക്കുന്ന ഫോട്ടോന്റെ മുകളിൽ എഴുതാനും വരയ്ക്കാനും താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്യാം. ഈവൻ ഇങ്ങനെ ആരോസും വരയ്ക്കാം. സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിച്ച് ഒരു സൈഡിൽ യൂട്യൂബ് വീഡിയോസ് പ്ലേ ചെയ്യാം, ഓപ്പോസിറ്റ് സൈഡിൽ നോട്ട്സ് എഴുതിയെടുക്കാം. പിന്നെ 2ms ലോ ലേറ്റൻസി വരുന്നതുകൊണ്ട് നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ ലാഗും സംഭവമൊന്നുമില്ല. പിന്നെ പ്രഷർ സെൻസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ലൈറ്റ് ആയിട്ട് വരച്ചാൽ ലൈറ്റ് ലൈൻ വരും, ഇങ്ങനെ നല്ല പ്രഷർ കൊടുത്തിട്ട് വരച്ചാൽ നല്ല കട്ടിയുള്ള ലൈൻ വരും. സോ പ്രഷർ സെൻസിറ്റീവ് ആണ്. അതിനോടൊപ്പം തന്നെ ലോക്ക് സ്ക്രീനിന്റെ മേളിൽ ഇങ്ങനെ ടാപ്പ് ചെയ്താൽ നേരെ നമുക്ക് വരയ്ക്കാനും എഴുതാനും തുടങ്ങാം. എല്ലാം ഉപയോഗിച്ചതിന് ശേഷം നമുക്കത് ഇവിടെ വെച്ചിട്ട് ചാർജും ചെയ്യാം. നിങ്ങൾ ഇതിന് മുൻപ് ടാബ്ലറ്റ് പ്ലസ് കീബോർഡിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സെയിം കീബോർഡാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ കീബോർഡിൻ്റെ കൂടെ കീസ് മാത്രമല്ല, ഇവിടെ ആ ഒരു സംഭവമുണ്ട്, ട്രാക്ക് പാഡും വരുന്നുണ്ട്. സോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ടാബ്ലറ്റിൽ ഇങ്ങനെ പ്രസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പോയിന്റർ ഉണ്ട്. സോ നമുക്ക് ഈ ഒരു ടച്ച് പാഡ് ഉപയോഗിച്ച് അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റും. സെറ്റപ്പ് പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ താഴെ ആ ഒരു 3 പിന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 പിന്നുണ്ട്. രണ്ടും കൂടെ ഇങ്ങനെ മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബാക്കിലുള്ള ഫ്ലാപ്പ് ഉണ്ടല്ലോ, ആ ഫ്ലാപ്പ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ക്യാമറയുടെ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഡൺ. ആവശ്യം കഴിയുമ്പോൾ ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി ഒരു ബുക്ക് പോലെ കൊണ്ട് നടക്കാം. ലാപ്ടോപ്പിൻ്റെ കീബോർഡ് അല്ലെങ്കിൽ നോർമൽ കീബോർഡിൽ കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, ഒരു സ്പേസ്, അത്രയും സ്പേസ് നമുക്കിവിടെ കിട്ടൂല. കാരണം ഒരു കോമ്പാക്ട് സൈസ് കീബോർഡാണ്. എന്നാൽ ടൈപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ആ ഒരു ടിക് 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 സൗണ്ട് വരും, കേൾക്കാൻ നല്ല രസമുണ്ട്. ഓക്കെ, സോ നല്ലൊരു ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള കീസ് ആണ് തന്നിരിക്കുന്നത്. ഈ OnePlus പാഡിൻ്റെ 8GB 128GB പ്രൈസാണ് 38,000 രൂപ. 12GB 256GB പ്രൈസാണ് 40,000 രൂപ. ഈ മാഗ്നറ്റിക് കീബോർഡിൻ്റെ പ്രൈസാണ് 8,000 രൂപ. OnePlusന്റെ സ്റ്റൈലസ് ആയ OnePlus സ്റ്റൈലോടെ പ്രൈസാണ് 5,000 രൂപ. ഓക്കെ, സോ ഒരു കമ്പനിയുടെ ഫസ്റ്റ് ടാബ് എന്ന നിലയിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ OnePlusന്റെ ഫസ്റ്റ് ടാബ് അല്ലേ, സോ ഇതിൻ്റെ കൂടെ അവർക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റൈലസ് ഫ്രീ ആയിട്ട് കൊടുക്കാമായിരുന്നു. ഈ കംപ്ലീറ്റ് ഡീൽ കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി 40,000 റുപ്പീസിന്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി S7 FE ടാബും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ സാംസങ് S പെനും തരുന്നുണ്ട്. ഇനി ആപ്പിൾ നോക്കുകയാണെങ്കിൽ iPad 9 ജനറേഷൻ ഉണ്ട്, അത് 35,000 രൂപ താഴെ കിട്ടുന്നുണ്ട്. iPadന്റെ 10th ജനറേഷൻ ഉണ്ട്, അതിന്റെ പ്രൈസ് ലേശം കൂടുതലാണ്, 42,000 റുപ്പീസ് ആണ്. ഓക്കെ, സോ നിങ്ങൾ OnePlusന്റെ ഈ ഒരു പാഡ് കൺസിഡർ ചെയ്യുന്ന മുമ്പ് ഈ 2 ടാബ്ലറ്റ്സും കൂടെ ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, ബാക്കി നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. Goodbye.